السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വളരെയേറെ സന്തോഷമുണ്ട്. മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുന്നവരുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൽമ്, വിജ്ഞാനം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാൻ, അതിനെ എത്തിച്ചു കൊടുക്കൽ, അത് സ്വതക്കയാണെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം, നമ്മളിലേക്ക് കയറി വരുന്ന മാസം ജമാദുൽ ആഖിർ. ആ മാസത്തിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു 8 ദിവസങ്ങൾ അത് നഹ്സുള്ള ദിവസമാണ്, കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഇമാമിങ്ങൾ പറയുന്നത്? ജമാദുൽ ആഖിർ മാസത്തിലെ നഹ്സുകൾ ഏതൊക്കെയാണ്? ആ ദിവസം ഒന്ന് മാറ്റിവെക്കൽ നല്ലതാണ്. ഒന്ന്, ജമാദുൽ ആഖിർ 3, 5, 13, 16, 21, 24, 25, 12 ഈ ദിവസങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തു വെക്കണം. ഇമാമിങ്ങളാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ദൈറബി ഇമാം, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം ഹയാത്തുൽ ഹയവാൻ എന്നുള്ള കിതാബിൽ 1-ാം വാല്യം 76-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം എല്ലാ മാസവും ഒടുവിലെ ബുധൻ, അന്നത്തെ ദിവസം നഹ്സാണ്. ഹദീസ് അടക്കം പറയുന്നുണ്ട്. ദുറുൽ മൻസൂർ 7-ാം വാല്യം 678-ാം പേജിൽ കാണാം. ഇൻഷാ അല്ലാഹ് ഹദീസ് അടക്കം നമ്മൾ പറയാം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇന്നത്തെ ദിവസം ഇനി ആരും വിചാരിക്കരുത് ഇത് നല്ലയില്ലാത്ത മാസമാണ്. നല്ല മാസമാണ്, പക്ഷെ ഈ ദിവസങ്ങൾ നിങ്ങൾ എന്താണ് നഹ്സാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ നഹ്സുള്ള ദിവസം ഇതിനെ ഒന്ന് മാറ്റിവെക്കൽ നല്ലതാണ്. ഇനി അങ്ങനെ വന്നാൽ, ഒരാൾ ഗൾഫിലേക്ക് പോന്നു, അല്ലെങ്കിൽ വേറൊരു നിർബന്ധാവസ്ഥയിൽ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുബഹി നിസ്കാരം, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, എല്ലാ ദിവസവും ഒരു മനുഷ്യനിക്ക് നഹ്സായിട്ട് വരും. എപ്പോഴാണ് അവൻ സുബഹി നിസ്കാരം ഖളാ ആയിട്ടാണ് നിസ്കരിക്കുന്നത്, സുബഹി നിസ്കാരം തീരെ നിസ്കരിക്കുന്നില്ല, ജമാഅത്തിൽ പങ്കെടുക്കുന്നില്ല, എന്നാൽ അവൻ അന്നത്തെ ദിവസത്തിൽ അന്ന് നഹ്സാണ്. എന്തു തുടങ്ങിയെങ്കിലും ബർക്കത്തുണ്ടാവില്ല. അതുകൊണ്ട് സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു ഇൽമ പഠിക്കണം, അറിവ് പഠിക്കണം. ഇനി ഒരു അറിവും അന്നത്തെ ദിവസത്തിൽ 24 മണിക്കൂറിൽ ഒരു അറിവും പഠിച്ചില്ല, എന്നാൽ അന്നത്തെ ദിവസം മുഴുവനും അവനിക്ക് നഹ്സാണ്. ആരാ പറയുന്നത്? സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരെ വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അറിവ് പഠിക്കാം, എന്തെങ്കിലും ഒരു ഇൽമ പഠിക്കാം. മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല അറിവ് അവസരയോജിതമായി പഠിക്കുന്നതായി ഇൽമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമ്. ഹജ്ജ് വരുമ്പോൾ, ഉംറ വരുമ്പോൾ ആ ഉംറാനെ കുറിച്ചിട്ട് പഠിക്കാം, ഹജ്ജിനെ കുറിച്ച് പഠിക്കാം, ജമാഅത്തുൽ ആഖിറിനെ അതിനെ കുറിച്ച് പഠിക്കാം, അതിന്റെ മഹത്വം എന്താണ്, ആ ദിവസം എന്താണ്. ഇനി അടുത്ത മാസം റജബാണ്, റജബ് വരുമ്പോൾ റജബിനെ കുറിച്ച് പഠിക്കാം. അല്ലാഹു തആല
എല്ലാ സഹോദര സഹോദരിമാർക്കും അള്ളാഹു നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൽമാണ് ഏറ്റവും വലുത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ലൈസൽ ലതീമല്ലദീ ഖദ് മാത വാലിദുഹു. ഒരാൾ ഉപ്പ യഥാർത്ഥത്തിലുള്ള യതീം എന്ന് പറഞ്ഞാൽ ഉപ്പ മരിച്ചവനല്ല. ലൈസൽ ലതീമല്ലദീ ഖദ് മാത വാലിദുഹു, അവന്റെ ഉപ്പ മരിച്ചതല്ല യതീം, യഥാർത്ഥത്തിൽ യതീം. ബലിൽ യതീമു, യതീം എന്ന് പറഞ്ഞാൽ ഇൽമും അദബും ഇല്ലാത്തവനാണ് യതീം. അതുകൊണ്ട് പഠിക്കാം. നമ്മുടെ സമയം അനാവശ്യമായ കാര്യത്തിൽ ചെലവ് ചെയ്യാതെ ഫർളായ ഐനായ കാര്യങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ട അനിവാര്യമായ കാര്യങ്ങളുണ്ട്. അത് പഠിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ ആഖിറത്ത്, നമ്മുടെ അമലെല്ലാം മഖ്ബൂലാവൂല, അല്ലാഹു തആല സ്വീകരിക്കൂല. എത്രയോ സ്ത്രീകൾ, ഞാൻ ആക്ഷേപിക്കുന്നതല്ല, നമ്മുടെ നിസ്കരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കമന്റിലോട് പറഞ്ഞ് നല്ലൊരു അറിവാണ്. ഇങ്ങനെ ഞങ്ങൾ സമിഅല്ലാഹു ലിമൻ ഹമിദ അല്ലെങ്കിൽ ഉയർത്തുന്ന അവസരത്തിൽ ഈ ഭാഗം നമ്മളുടെ വെളിവാകുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളെ, ഉമ്മമാരെ, നമ്മുടെ ഇതിങ്ങനെ വെളിവായാൽ നിസ്കാരം ബാത്തിലാണ്. എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്ര സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല. ചില ഉമ്മമാർ ഇങ്ങനെയുള്ള ബട്ടൺ വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ ബന്ധിക്കുന്നതായ നിലക്കുള്ളതായ വസ്ത്രങ്ങൾ ഇങ്ങനെ വെക്കണം. ഈ നിലക്കാണ് നിസ്കാരത്തിന്റെ കുപ്പായം ഉണ്ടാകേണ്ടത്. നിസ്കാര കുപ്പായം, പഴയ കുപ്പായം എന്തൊക്കെയാ, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പഴയ മുസാഫുണ്ട്, അതിന് എന്താണ് ചെയ്യേണ്ടത്, അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്നെ കാള് വെളിവാകുന്ന അവസരം സോക്സ് ഇടാതെ നിസ്കരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ നിസ്കാര കുപ്പായമുണ്ടെങ്കിൽ അത് പറ്റും. കാള് മറക്കുന്ന അങ്ങനെ പരിപൂർണമായ നിസ്കാരമായിരിക്കണം. പരിപൂർണമായ നിസ്കാരമായിരിക്കണം. അല്ലാഹു തആല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഫർള് ഐനായ കാര്യം പഠിക്കണം. നിർബന്ധമായിട്ട് സുന്നത്ത്, പിന്നെ ഫർള് ഐനായ ജനാബത്ത് കുളി, ഹൈദ് കുളി, ആർത്തവമുള്ള കുളി, ഇതെല്ലാം ഫർള് ഐനായ കാര്യമാണ്. അത് പഠിക്കൽ നമ്മൾക്ക് നിർബന്ധമാണ്. ജനാബത്ത് കുളിക്കുന്ന സമയത്ത് ഒരു മുടി പോലും നനഞ്ഞില്ലെങ്കിൽ ആഖിറത്തിൽ ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അലി റളിയല്ലാഹു തആല അൻഹു ജനാബത്തിനെ പേടിച്ചുകൊണ്ട് തലയുടെ മുടി മൊട്ടടിക്കുമായിരുന്നു, കളയുമായിരുന്നു. ഒരു മുടി പോലും നനഞ്ഞില്ലെങ്കിൽ എന്നെ ആഖിറത്തിൽ എന്നെ എല്ലാവരും വഷളാക്കുവല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ജനാബത്ത് കുളിക്കേണ്ടത് എങ്ങനെയാണ്, അതൊക്കെയും നമ്മുടെ ക്ലാസ്സിൽ, ഈ ചാനൽ എല്ലാ ക്ലാസ്സിലും വേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് ഒന്നെല്ലാം കേൾക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ചില ദിവസങ്ങൾ വരുമ്പോൾ അതിന്റെ മഹത്വം എന്താണ്, തിങ്കളാഴ്ച ദിവസത്തിന്റെ മഹത്വം എന്താണ്, ബുധനാഴ്ച ദിവസത്തിന്റെ മഹത്വം എന്താണ്, എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് മുഹിബീങ്ങൾ, സഹോദര സഹോദരിമാർ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതല്ല. ഒരുപാട് ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം, ദൈറബി ഇമാം, ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളെ കുറിച്ചിട്ടെല്ലാം. അതുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ്. മറ്റേ ദിവസത്തിലേക്ക് മാറ്റിവെക്കൽ നല്ലതാണ്. ഇന്ന് നമ്മളിലേക്ക് കയറി വരുന്നത് റജബ് മാസമാണ്. നല്ല നിലക്ക് അല്ലാഹു തആല സ്വീകരിക്കാനും അതിലുള്ള ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.